തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ശുചീകരണ തൊഴിലാളിക്കായി രാത്രിയിലും ഊർജിത തെരച്ചിലാണ്. ഓവുചാലിൽ പരിശോധനയ്ക്ക് റോബോട്ടിക് സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മാൻഹോൾ പരിശോധനയ്ക്ക് ടെക്നോ പാർക്കിലെ ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ യന്ത്രമനുഷ്യനെ എത്തിക്കുകയും അത് അവിടെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. മാരായമുട്ടം സ്വദേശി ജോയിയെ കാണാതായിട്ട് ഇപ്പോൾ 10 മണിക്കൂർ പിന്നിടുകയാണ്. അലക്സ് ഷാ മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. അലക്സ്, ഇനി പ്രതീക്ഷ ഈ ക്യാമറ ഘടിപ്പിച്ച ആ യൂണിറ്റ് അതിൻ്റെ സർവൈലൻസ് നടത്തുമ്പോൾ എന്താണ് അതിന് കണ്ടെത്താൻ കഴിയുക എന്നതിനെ ആശ്രയിച്ചാണ്. ആ ജോലി തുടങ്ങിയിട്ടുണ്ടോ? വരില്ല. അതിനു മുമ്പ് പരമാവധി മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർ മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച്, അതായത് ഹ്യൂമനായിട്ട് തന്നെ ഈ കമ്പിയും മറ്റുമൊക്കെ ഉപയോഗിച്ച് അവർ അതിനകത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അതായത് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴുകി പോകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് മാലിന്യം എവിടെയെങ്കിലും ബ്ലോക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടേക്ക് ഒഴുകി എത്തുന്നതിന് വേണ്ടിയുള്ള നടപടി ചെയ്യുന്നുണ്ട്. പരമാവധി ഈ മാലിന്യം നീക്കം ചെയ്യുക, വേസ്റ്റ് നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും അത് വിജയം കണ്ടില്ല എങ്കിൽ മാത്രമായിരിക്കും അവർ ഈ ക്യാമറ, ഈ സർവൈലൻസ് സംവിധാനം ഇതിനുള്ളിലേക്ക് ഇറക്കി ഒരു നിരീക്ഷണം നടത്താൻ അവർ നിലവിൽ ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തന്നെയാണ് ജെൻ റോബോട്ടിക്സിൻ്റെ സാരഥികൾ നമ്മളോട് വ്യക്തമാക്കിയത്. എന്താണെങ്കിലും ഇപ്പോൾ നിലവിലൊരു വന്നൊരു ട്രെയിൻ, അതായത് ഇവിടെ വന്ന് സ്റ്റേ ഡൗൺ ചെയ്യുന്ന ഒരു ട്രെയിൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏറനാട് എക്സ്പ്രസ് ആണ്. അതിവിടെ നിന്ന് നീക്കി നേമത്തേക്കോ അല്ലെങ്കിൽ കൊച്ചുവേളിയിലേക്കോ മാറ്റുന്നതിനുള്ളൊരു നടപടി അത് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നുണ്ട്. കാരണം ഈ പ്രവർത്തികൾ, അതായത് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതടക്കമുള്ള പ്രവർത്തികൾ സുഗമമാക്കുന്നതിന് വേണ്ടിയാണ്, അത് സജീവമാക്കുന്നതിന് വേണ്ടിയാണ് ആ ട്രെയിൻ അവിടെ നിൽക്കുന്നത്. സ്വാഭാവികമായി ആ പ്രവർത്തികൾക്കൊരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരും അത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ പ്രവർത്തനം നടക്കുകയാണ്. ഈ മാലിന്യം, ഈ മെഷീൻ തന്നെ ഇതിനുള്ളിലേക്ക്, ആ കപ്പുകൾ അതിനുള്ളിലേക്ക് ഇട്ട മാലിന്യവും അതുപോലെ വേസ്റ്റും പ്ലാസ്റ്റിക്കും ഒപ്പം ഈ മഡും അത് തങ്ങി നിൽക്കുന്ന ചെളിയും ഒക്കെ അവിടെ നിന്ന് കോരി നീക്കുന്ന നടപടി പുരോഗമിക്കുന്നുണ്ട്. ബ്ലോക്കായി നിൽക്കുന്ന ഭാഗങ്ങൾ അവർ കുത്തി നോക്കുന്നുണ്ട്. അതിനകത്ത് കമ്പികളും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഈ നഗരസഭയിലെ ജീവനക്കാർ അത് കുത്തി നോക്കുന്നുണ്ട്, ആ വെള്ളം ഒഴുകുന്നുണ്ടോ എന്നുള്ള കാര്യം. അവർ നേരത്തെ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ഈ ബ്ലോക്കായി നിൽക്കുന്ന ഭാഗത്ത് ഏതാണ്ട് ഈ ജോയിയെ കാണാതായി 1/4 മണിക്കൂറിനകത്ത് ഇവരിവിടേക്കെത്തി ഈ മാൻഹോൾ തുറന്ന് ഇവിടെ ഒരു ഗ്രില്ല് സ്ഥാപിച്ചു. കാരണം ജോയി താഴേക്ക് ഒഴുകി പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു നടപടി എടുത്തത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ഗ്രില്ലിലേക്ക് ഈ മെഷീൻ്റെ കപ്പ് പോയി മുട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു തടസ്സം അവർക്കുണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവർ ആ കപ്പ് ഉപയോഗിച്ചാണ് ഈ മാലിന്യം ഇവിടെ നിന്ന് നീക്കുന്നത്, അതിനുള്ളിൽ നിന്ന് നീക്കുന്നത്. അതിനുശേഷം അവർ ഒരു സർവൈലൻസ് സംവിധാനം, ഇത് തൊട്ട് മുന്നിലേക്കോ പിന്നിലേക്കോ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നുള്ള കാര്യം അവരുടെ ക്യാമറ സംവിധാനം അകത്തേക്ക് ഇറക്കി അത്തരം ഒരു സർവൈലൻസ് നടത്താം എന്നാണ് അവർ പറയുന്നത്. കാരണം അത് അവർക്ക് ഇവിടെ നിന്ന് തന്നെ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അവർക്ക് ഈ മുകളിൽ നിന്ന് തന്നെ അവർക്ക് ക്യാമറ സംവിധാനവും അല്ലെങ്കിൽ അതിനുള്ളിലൂടെ കാണുന്ന കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സഞ്ചാരം മോണിറ്റർ ചെയ്യാനും അതിൻ്റെ സഞ്ചാരം നിരീക്ഷിക്കാനും ഒക്കെ അവർക്ക് കൃത്യമായി സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിൽ ആ നടപടികൾ പുരോഗമിക്കുന്നു. വിജയകുമാർ, 10 മണിക്കൂർ പിന്നിടുന്നു. ഒരു 42-കാരനെ, അദ്ദേഹം കഴിഞ്ഞ 3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ കരാറുകാരന്, റെയിൽവേയുടെ ഈ കരാറുകാരന് കീഴിൽ ജോലി തുടങ്ങിയിട്ടെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുക്കളും അതുപോലെ അയൽവാസികളും നാട്ടുകാരും ഒക്കെ വ്യക്തമാക്കുന്നത്. നമ്മളോട് അവർ പറയുന്നത് വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ്. കാരണം ഈ മാരായമുട്ടം വടകര സ്വദേശിയാണ് 42-കാരനായ ജോയി. അദ്ദേഹം അവിവാഹിതനാണ്, അമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നത്. സഹോദരങ്ങൾ മറ്റു വീടുകളിലാണ് താമസിക്കുന്നത്. അദ്ദേഹവും അമ്മയും താമസിക്കുന്ന വീട് അതൊരു ഷീറ്റിട്ട ഒരു 2 മുറിയുള്ള വീട് മാത്രമാണ്. അതിനകത്ത് കയറി കിടക്കാൻ ഉള്ള ഒരു സംവിധാനം പോലും അതിനുള്ളിലില്ല. അടുക്കള പോലും അതിനകത്തില്ല എന്നാണ് അയൽക്കാരും നാട്ടുകാരും ഒക്കെ പറയുന്നത്. അവിടെ നിന്ന് ജോയി സാധാരണ നിലയിൽ കണ്ടെത്തിയിരുന്ന തൊഴിൽ ആക്രി പെറുക്കി ജീവിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സാധാരണ നിലയിലുള്ള ജോലി. കൂടുതൽ ശമ്പളം ലഭിക്കും എന്നുള്ളത് കണ്ടാണ് ഈ റെയിൽവേയുടെ ഈ കരാറുകാരന് കീഴിൽ കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പ് അദ്ദേഹം ജോലിക്കായി എത്തുന്നത്. രാവിലെ തന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട തൊഴിലിന് ഇറങ്ങും. ഇന്ന് അദ്ദേഹം 4:30 മണിക്ക് ഇറങ്ങി എന്നാണ് നാട്ടുകാരും അതുപോലെ സഹോദരനും ഒക്കെ വ്യക്തമാക്കുന്നത്. വൈകുന്നേരം 4:30-5 മണിയോടുകൂടി തിരിച്ചു വരാമെന്ന് അവരോട് പറഞ്ഞിരുന്നതാനും ജോയി. പക്ഷേ ജോയി വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ആ ദുഃഖത്തിലാണ് വീട്ടുകാരും അതുപോലെ നാട്ടുകാരും ഒക്കെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മാത്രം ഈ സമ്പാദ്യം കൊണ്ട് അല്ലെങ്കിൽ സേവനം, ഈ അദ്ദേഹത്തിൻ്റെ മാത്രം വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബമാണത്. ആ ദുഃഖം അമ്മയും പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ ആ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മയും പങ്കുവയ്ക്കുന്നുണ്ടെന്നുള്ളതാണ് വിഷമകരമായ കാര്യം. 10 മണിക്കൂർ 11 മണിക്കൂറിനോട് അടുക്കുന്നു അദ്ദേഹത്തെ കാണാതായിട്ട്. ഇതിലൊരു പ്രധാന പ്രശ്നം വിജയകുമാർ, ഇതിനൊരു പ്രധാന പ്രശ്നം നേരിടുന്നത് ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ഈ പ്രധാനപ്പെട്ട ഇടത്ത്, അതായത് ഈ നഗരത്തിലെ മുഴുവൻ മാലിന്യവും ഒഴുകി വരുന്ന ഈ തോട്ടിനുള്ളിലും അതുപോലെ ഈ ടണൽ, അതായത് ഈ റെയിൽവേയുടെ ട്രാക്കിനടിയിലൂടെ കടന്നു പോകുന്ന ഈ ടണലിലും
ഈ കംപ്ലീറ്റ് മാലിന്യവും വേസ്റ്റും തിങ്ങി നിറഞ്ഞ് ഏതാണ്ട് കഴുത്തറ്റം വരെ തിങ്ങി നിറഞ്ഞ് അത് കടന്നു പോകാൻ പറ്റാത്തത്ര അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടേക്ക് ഇറങ്ങി ഒരു രക്ഷാപ്രവർത്തനം സാധിക്കാതെ പോയതെന്നുള്ളതാണ്. നേരത്തെ തന്നെ പരമാവധി സാധ്യമായ കാര്യങ്ങൾ സ്കൂബ സംഘം ചെയ്തു ഇതിനുള്ളിലേക്ക് ഇറങ്ങാൻ. അതായത് ആമയിഴഞ്ചാൻ തോട്ടിൽ ഈ ജോയിയെ കാണാതായ സ്ഥലത്ത് അവിടെ ആദ്യം അവർ ഏതാണ്ട് ഒരു 30 മീറ്ററോളം സ്കൂബ സംഘം ഇറങ്ങി പരിശോധന നടത്തി. അതിനുശേഷം അവർ ഈ പ്ലാറ്റ്ഫോമിനപ്പുറത്ത് മറ്റൊരു ഓപ്പണിങ്ങിൽ നിന്ന് അകത്തേക്ക് കയറി പരിശോധന നടത്താനാകുമോ എന്നുള്ള സാധ്യത അവർ പരിശോധിച്ചു. അത് സാധ്യമല്ല എന്ന് അവർ കണ്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴുത്തളവിൽ മാലിന്യം അവിടെ തങ്ങി നിൽക്കുന്നു, നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നിൽക്കുന്ന ഈ 3-ാം ട്രാക്കിലെ ഈ മാൻഹോളിലും അവരിറങ്ങിയുള്ള ഒരു പരിശോധന ആലോചിച്ചു. അവരിവിടെ വന്ന് പരിശോധന നടത്തി പോയതാണ്. ഇതിനുള്ളിൽ ഇറങ്ങി ഈ മാലിന്യം നീക്കം ചെയ്യാനാകുമോ, ഇതിനകത്തേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം സ്കൂബ ഡൈവേഴ്സ് സംഘം പരിശോധിച്ചതാണ്. അത് സാധ്യമല്ല എന്നവർ കണ്ടതാണ്. കാരണം അത്രയും മാലിന്യം ഇവിടെ നിറഞ്ഞു നിന്നു എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു സംവിധാനത്തെ പറ്റി ആലോചിക്കുന്നതും അതിൽ സാങ്കേതിക സഹായം തേടാം, സാങ്കേതിക വിദ്യയുടെ സഹായം തേടാം എന്നെത്തുന്നതും അങ്ങനെയാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനിയിലേക്ക് എത്തുന്നതും. അവരെ നഗരസഭാ അധികാരികളും ജില്ലാ ഭരണകൂടവും ബന്ധപ്പെടുകയും അവരിവിടെ എത്തുകയും അവർ ഈ സാഹചര്യം പരിശോധിക്കുകയും അവരുടെ മെഷീൻ ഇവിടേക്ക് എത്തിക്കുകയും ആ മെഷീൻ ഇപ്പോൾ ഈ നടപടികൾ നടത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത് ആ മാലിന്യം എടുക്കുന്നത്, കാരണം അവിടെ ഉണ്ടായിരുന്നു, അതിന് വിസിബിളായുള്ള പ്രദേശത്തുണ്ടായിരുന്ന മാലിന്യം മുഴുവൻ അത് നീക്കം ചെയ്തിട്ടുണ്ട്. ഇത് താഴേക്ക്, അതായത് താഴേക്ക് എത്ര വേണമെങ്കിലും മാൻഹോൾ അല്പം താഴ്ചയിലാണെങ്കിൽ അത് എത്ര വേണമെങ്കിലും താഴേക്ക് ഇറക്കി ഈ മാലിന്യം നീക്കം ചെയ്യാൻ പറ്റും. ഇപ്പോൾ പരമാവധി അതിന് താഴേക്ക് ഇറങ്ങാൻ പറ്റുന്ന പ്രദേശത്തുള്ള മാലിന്യം അതുപോലെ മഡുമൊക്കെ അത് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഈ ഫ്ലോ ഇല്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഒരു പ്രശ്നം. അത് എന്തുകൊണ്ടാണ്